കോഴിക്കോട് നരിക്കുനിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു. നരിക്കുനി മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന ബസ് ജീവനക്കാരനാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് മർദ്ദനം. ഷബീർ ഉമർ ചേരുന്നു. ഷബീർ, എന്താണ് സംഭവിച്ചത്? ധന്യ, ഇന്ന് രാവിലെ 9:00 കൂടിയാണ് നരിക്കുനി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ബസ്സിൽ, അതായത് ഈ നരിക്കുനി കോഴിക്കോട് റൂട്ടിലോടുന്ന മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ഏതാനും വിദ്യാർത്ഥികളെ മാത്രമാണ് കയറ്റിയത്. പിന്നീട് വിദ്യാർത്ഥികൾ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ജീവനക്കാർ അനുവദിച്ചില്ല. ഇതിന് പിന്നാലെ ചെറിയ തർക്കമുണ്ടായി. ഈ ബസ്സിന്റെ ഡ്രൈവർ പുറത്തിറങ്ങി വന്ന് ഒരു വിദ്യാർത്ഥിയെ കഴുത്തിന് പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് മറ്റു വിദ്യാർത്ഥികൾ സംഘടിച്ചൊരു പ്രതിഷേധമായി. ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തി. പിന്നാലെ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതാണ്ട് 2 മണിക്കൂറോളം നേരത്തേക്ക് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. പിന്നീട് വിദ്യാർത്ഥികൾ, ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകാനായി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ ഉൾപ്പെടെ. സ്കൂളിലെ ബസ്സും ഒപ്പം തന്നെ മറ്റു വാഹനങ്ങൾ, രക്ഷിതാക്കളുടേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാണ് പിന്നീട് വിദ്യാർത്ഥികൾ സ്കൂളിൽ പരീക്ഷ എഴുതിയത്. സ്ഥിരമായി ഈ ബസ്സിൽ ജീവനക്കാർ കയറ്റാത്ത പ്രശ്നമുണ്ട് എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. അത് തന്നെ വരിക്ക് നിർത്തി, ക്യൂവാക്കി നിർത്തി പിന്നീട് ബസ് പുറപ്പെടുന്ന സമയത്താണ് ഏതാനും വിദ്യാർത്ഥികളെ കയറ്റുക. ഇവർ കയറുന്നതിനോടനുബന്ധിച്ച് ബസ് മുന്നോട്ടെടുക്കുകയും ചെയ്യുമെന്നതടക്കമുള്ള പരാതിയുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നാണ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. തന്നെയാണ്.